അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ ഖാൻ കരിക്കോട് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുടുംബപരമായ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ആ ഇണക്കത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പരസ്പരം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവച്ചിരുന്നുണ്ട്. സാറേ, ഈ പരസ്പരം അതായത് മാനസികമായിട്ട് ഇവർ തമ്മിൽ ദുഃഖം പങ്കിടുന്നതിലും സന്തോഷം പങ്കിടുന്നതിലും അവിടെ മാനസികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിഞ്ഞാൽ ഉപകാരപ്പെടും. എനിക്ക് തോന്നുന്നു ഈ ജീവിത കാലചക്രത്തിൽ സ്ത്രീയും പുരുഷനും ഒരേ രീതിയിൽ ജീവിക്കുന്നു. പക്ഷെ അവരിൽ ഉണ്ടാകുന്ന മാനസിക വ്യത്യാസങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഒന്ന്, ഏത് കുട്ടിയും ഒരു 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 ജനന സമയം ആണായിട്ടും പെണ്ണായിട്ടുമാണ് ജനിക്കുന്നത്. പക്ഷേ സ്ത്രീ പല ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ബാല്യമുണ്ട്, പുരുഷനും ബാല്യമുണ്ട്. ബാല്യം താരുണ്യം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. താരുണ്യം എന്ന് പറഞ്ഞാൽ 10, 11, 12 വയസ്സ് പ്രായമാകുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. പിന്നെ അത് കഴിഞ്ഞിട്ട് കൗമാരമുണ്ട്, അത് കഴിഞ്ഞിട്ട് യുവതിയാകുന്നുണ്ട്. യുവതി എന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് അമ്മയാകുന്നു, ഉമ്മ ആകുന്നു. അവന് അമ്മ ആകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അമ്മമ്മയാകുന്നു, അല്ലേ? അമ്മമ്മയാകുന്നു. പിന്നീട് വാർദ്ധക്യത്തിലേക്ക് വന്നു പല പല ഘട്ടങ്ങളാണ്. അമ്മൂമ്മയാകുന്നു, അല്ലേ? ഒരുപാട് ഉമ്മ അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ സ്ത്രീ വന്നു. ഓരോ ഘട്ടത്തിലും അവർ ഓരോ തരം റോളുകളാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവർ അനുഭവിക്കേണ്ട റോളുകൾ അല്ലേ? ഓരോ ഘട്ടത്തിലും ഓരോ തരം റോളാണ് അവർ. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയാണ്, അത് ആണും പെണ്ണും ഒരുപോലെയാണ്. കൗമാരത്തിൽ അവർ ഒരേ രീതിയാണ്. യൗവനത്തിൽ കഴിഞ്ഞു കല്യാണം കഴിക്കുന്നു, പിന്നെ ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. മനസ്സിലായി? ഒരു പിതാവാകുമ്പോൾ യാതൊരു മാറ്റവും പ്രത്യേകിച്ച് ഉണ്ടാകാറില്ല. ഉണ്ടോ? പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു സ്ത്രീ ആകുമ്പോഴോ ആ കുഞ്ഞിനെ പരിചരിക്കണം. അപ്പോൾ അവളുടെ ജീവിതചര്യയിലും ദിനചര്യയിലും ഒക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു. അത് പുരുഷൻ അത് ഇങ്ങനെ പാറില്ല. അപ്പോൾ പുക വലിക്കുന്ന ഒരു പുരുഷൻ, എൻ്റെ മോൻ വളരുന്നു, ഇനി അവൻ പുക വലിക്കരുതെന്ന് പറഞ്ഞ് പുക വലിക്കാതിരിക്കുമോ? ഇല്ല. പക്ഷെ വലിയ കുഞ്ഞിനെ എടുത്തിട്ട് പുക വലിച്ചുകൊണ്ടായിരിക്കും ഒരു കുഞ്ഞിനെ ശീലിച്ചവർ. അപ്പോൾ അതിനനുസരിച്ച് മാറാറില്ലല്ലോ. മാറൽ അപൂർവമാണ്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ ഓരോ ഘട്ടത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പരിവർത്തനം സ്ത്രീകളിലുണ്ടാകുന്നു, കൂടുതലായി ഉണ്ടാകണം. പക്ഷെ പുരുഷനിൽ അത്തരം തരം മാറ്റങ്ങളൊന്നുമില്ല. നമ്മളുടെ ശീലങ്ങൾക്കനുസരിച്ചേ നമ്മുടെ മക്കളും വളർന്നു വരുത്തുള്ളൂ. ആ ഒരു കാര്യം കൂടി ഇതിനകത്തൂടെ പറയണം. നമുക്ക് പേരന്റിങ്ങിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇനി സംസാരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരിക്കലാകട്ടെ. എന്തായാലും ഇത് സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോകളിൽ ഇത് കൂടുതൽ ഹൈറാക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ, കാരണം സ്ത്രീയും പുരുഷനും മാനസികമായ ആ മാറ്റത്തിലെ ആ വ്യത്യാസമാണ് നമുക്ക് സാർ പകർന്നു തന്നത്. അല്ലാഹു തആല എല്ലാവിധമായ ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.